സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇപ്പോൾ ഇതാ ഒരു പുതിയ അടിയന്തര പ്രമേയം കൂടി വന്നു. അതുകൂടി ചർച്ചയ്ക്കെടുത്തുകൊണ്ട് സർക്കാർ, ഇതുവരെ 17ാമത്തെ അടിയന്തര പ്രമേയമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ചർച്ചയ്ക്കെടുക്കുന്നത് എന്ന തരത്തിൽ അതൊരു റെക്കോർഡ് നമ്പറിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷം അതിൻ്റെ പ്രശ്നം അവതരിപ്പിച്ചതിൽ ഒരു ബാലൻസ് ഇല്ലായ്മ, അസന്തുലിതാവസ്ഥ വന്നു എന്നൊരു വിലയിരുത്തൽ ശക്തമായിരിക്കുന്നു. കേരളം നേരിടുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിനുള്ള വിഹിതം വ്യക്തമായി മാർക്ക് ചെയ്യുന്നില്ല, കേന്ദ്രത്തിനെ വിമർശിച്ച് വേണ്ട പോലെ സംസാരിക്കുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പാസിംഗ് കമൻറ്റിൽ മാത്രമായി അത് ഒതുങ്ങിപ്പോയി എന്ന വിമർശനം ഉണ്ട്. താങ്കളും സഭാ നടപടികൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, താങ്കളും സംസ്ഥാനത്തെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. താങ്കളുടെ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ എങ്ങനെ കൂട്ടിച്ചേർക്കും രണ്ട് ചേരികളും ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്ന ഈ അഭിപ്രായങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട്? സജീവൻ, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്ന ആരോപണം പണ്ടുകാലം മുതലേ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, വയനാട് നടന്നുള്ള ആ ദുരന്തം, ചൂരൽമലയിലും മറ്റുണ്ടായിട്ടുള്ള ആ ദുരന്തത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രി ഇവിടേക്ക് ഓടി വന്നപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് കേരളത്തിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നുള്ളതായിരുന്നു. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് നിയോഗിച്ചു എന്ന് വാർത്തയുണ്ടായിരുന്നു, ജോർജ് കുര്യൻ. അത് കൂടാതെ ഇവിടുത്തെ മറ്റേ കേന്ദ്രമന്ത്രി വയനാട്ടിൽ തന്നെ തങ്ങിയിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പഠിച്ചതായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ സംഭവിച്ച എന്താണ്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് ഒന്നും തന്നില്ല, കുറെ വായ്പകളും വാഗ്ദാനങ്ങളും അല്ല, വേറൊന്നും ഉണ്ടായില്ല, വേറൊന്നും. ഇതാണ് പ്രശ്നം. അതായത് ഒരു ദുരന്ത മുഖത്ത് പോലും ഒരു സംസ്ഥാനത്തെ സഹായിക്കാനുള്ള ഒരു താല്പര്യവും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം അവഗണനയാണ്. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ, ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. അതായത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല നമ്മൾ ചോദിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായ രീതി മറ്റ് പല സംസ്ഥാനങ്ങളെയും പോലെയല്ല. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഒക്കെ അവിടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അത്രയും ഫാക്ടറികളുണ്ട്, അങ്ങനെയുള്ള വ്യവസായശാലകളുണ്ട്, ഉണ്ടാകാവുന്ന രീതിയിലുള്ള വരുമാനം കൂടുതൽ. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം കുറവാണ്. നമ്മളിവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു എന്നല്ലാതെ അവ വേണ്ട അത്ര വരുമാന സ്രോതസ്സായിട്ട്, സംസ്ഥാനത്തിന് വരുമാന സ്രോതസ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്ന അത്ര പോലും ഇല്ല. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് GST വന്നോടുകൂടിയിട്ടുണ്ടാവുന്ന രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതം അതുപോലും തരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് നേരത്തെ നമുക്കിവിടെ നികുതി പിരിക്കാനുണ്ടായിരുന്ന അവസരം ഇല്ലാതാവുകയും നേരത്തെ മറിച്ച് ഇതെല്ലാം കൂടി കേന്ദ്രത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നിയമപരമായിട്ട് ഫെഡറൽ സംവിധാനം അനുസരിച്ച് കൊടുക്കേണ്ട കാശുണ്ടല്ലോ, അതുപോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. എന്നിട്ടും അതിനെ കുറ്റപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ ചൂരൽമലയിലും മറ്റും കാര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം, അതായത് BJP മാറ്റിയെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെയുള്ള UDF എത്ര ഭീകരമായിട്ടാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. സർക്കാർ മന്ത്രിമാർ തന്നെ പറയുന്നത്, മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആവർത്തിച്ച് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. അപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പൊ പാർലമെന്റിൽ, ലോക്സഭയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്താൻ പറ്റുക LDF-നല്ലല്ലോ, അവിടെ ശബ്ദം ഉയർത്താൻ പറ്റുക UDF-നാണ്. അവിടെ എത്രമാത്രം ഈ കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശബ്ദം ഉയർത്തുന്നുണ്ട്. അതിനു പകരം ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നു, ഇവിടെ പരസ്പരം പോരടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് സങ്കടകരമായ കാര്യം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉണ്ടാവുന്ന കുറെ തടസ്സങ്ങളുണ്ട്. എന്നിട്ടും ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കാണുന്ന അവിടെ ടൗൺഷിപ്പ് രൂപപ്പെട്ട് കഴിഞ്ഞു. അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇടക്കാലത്ത് വന്ന കുടിശ്ശികയുടെ കാര്യം അത് പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ തന്നെ നമ്മൾ നിയമസഭയിൽ മന്ത്രി അനിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഓണത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പോലും ഗംഭീരമായി പറഞ്ഞു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കളവാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. കാരണം ഇപ്പോഴത്തെ ഓണം ഇല്ലായ്മകളുടെ ഓണമല്ല, മാവേലി സ്റ്റോറിൽ ഒന്നുമില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ഇല്ലാ കഥകൾ പറയുന്ന ഓണമല്ലാതെ പോവുകയും. അപ്പൊ ഇത്തരത്തില് കുറെ കാര്യങ്ങൾ ഈ
സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നടപ്പാക്കുമ്പോൾ അതെ സർക്കാരിനെ വിമർശിക്കാൻ അതാണ് അടുത്ത പോയിന്റ്. സജീവൻ വരാം.